ഓഗസ്റ്റ് 3 ശനിയാഴ്ച. മത്തായി 14 അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. 1971 മുതൽ 79 വരെ ഉഗാണ്ടയുടെ 3ാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഉഗാണ്ടൻ സൈനിക ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനുമായിരുന്നു ഇദി അമീൻ ദാദ. ഒരു സൈനിക സ്വേച്ഛാധിപതിയായി അദ്ദേഹം ഉഗാണ്ടയെ ഭരിച്ചു. ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഇദി അമീന്റെ ഭരണകാലത്ത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു. മറ്റു വംശീയ വിഭാഗങ്ങളിൽപ്പെട്ടവർ, മതനേതാക്കൾ, പത്രപ്രവർത്തകർ, കലാകാരന്മാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ, അഭിഭാഷകർ, വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, ക്രിമിനൽ പ്രതികൾ, വിദേശ പൗരന്മാർ എന്നിവരെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അക്രമത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ മറ്റ് നിരവധി ആളുകൾ ക്രിമിനൽ കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം പോലെയോ കൊല്ലപ്പെട്ടു. മൃതദേഹങ്ങൾ പലപ്പോഴും നൈൽ നദിയിൽ ഒഴുക്കി. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖരിൽ മുൻ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസുമായ ബെനഡിക്റ്റോ ഇവാനുക ഉൾപ്പെടുന്നു. കൂടാതെ ഒരു ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ്, ഉഗാണ്ട സെൻട്രൽ ബാങ്കിന്റെ മുൻ ഗവർണർ, മേക്കറർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ഒരു പ്രമുഖ നാടകകൃത്ത്, അമീന്റെ തന്നെ 2 ക്യാബിനറ്റ് മന്ത്രിമാരും. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന കഥാപാത്രമായ ഹെറോദസ് ടെട്രാക്കിനെയാണ് ഇദി അമീൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹെറോദസ് യേശുവിനെ കുറിച്ച് ധാരാളം കഥകൾ കേട്ടിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സ്നാപക യോഹന്നാൻ ആണ് യേശു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്നാപക യോഹന്നാൻ ഹെറോദസിനോട് സത്യം പറഞ്ഞു. തൻ്റെ സഹോദരന്റെ ഭാര്യയെ വെപ്പാട്ടിയായി സ്വീകരിച്ചതിന് താൻ ഗുരുതരമായ പാപം ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ആ സത്യം സ്വീകരിച്ച് പശ്ചാത്തപിക്കുന്നതിന് പകരം ഹെറോദസ് യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. യോഹന്നാനെ ഒഴിവാക്കാനുള്ള ഒരു വഴി കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ഹെറോദിയായ്ക്ക് അവളുടെ ഹൃദയത്തിൽ യോഹന്നാനെതിരെ വെറുപ്പും ദേഷ്യവും ഉണ്ടായി. അവസരം വന്നപ്പോൾ അവൾ യോഹന്നാനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. കോപവും വെറുപ്പും ഒരാളെ കൊലയാളിയാക്കി മാറ്റും. ഗുരുതരമായ പാപം ചെയ്യുന്നതിൽ പങ്കാളിയാകാൻ ഹെറോദ്യ സ്വന്തം മകളെ തന്നെ അനുവദിച്ചു. കാമവും വ്യക്തിപരമായ അജണ്ടയും ഒരു നിരപരാധിയായ കുട്ടിയെ പാപം ചെയ്യാനിടയാക്കി. അമ്മമാർ മക്കളോട് നല്ല പ്രവൃത്തികളുടെ ഉദാഹരണങ്ങൾ കാണിക്കേണ്ടതാണ്. പാപം ചെയ്യാൻ പഠിപ്പിക്കരുത്. എന്നാൽ രാഷ്ട്രീയമോ സൈനികമായ ശക്തി പോലും അത് കൈവശമുള്ളവനെ വഞ്ചിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്തും ചിലർ അധികാരത്തിന്റെ ലഹരിയിലാണ്. തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടം പോലെ തോന്നുന്നത് പോലെ ചെയ്യാമെന്ന് അവർ കരുതുന്നു. ചിലർ അധികാരത്തിൽ നിന്ന് വീണാലും പാഠം പഠിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ എന്നിവയിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. കാരണം നമ്മൾ എന്ത് തീരുമാനിച്ചാലും അതെല്ലാം മറ്റുള്ളവരെയും സമൂഹത്തെയും നമ്മുടെ സ്വന്തം ജീവിതത്തെയും ബാധിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തനീയവും സ്നേഹവും നീതിയുക്തവുമായ തീരുമാനങ്ങൾ എടുക്കാം. അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം നമ്മെ ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.